ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിഷാദാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എവിടെയെന്നറിയാമോ? കൊല്ലം ചവറ കാട്ടിൽ മേയ്ക്കതി ക്ഷേത്രത്തിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. കായലിനും കടലിനും നടുക്ക് സ്ഥിതി ചെയ്യുന്ന കാട്ടിൽ മേയ്ക്കതി ക്ഷേത്രത്തിലാണ് ഇപ്പം ഞാനുള്ളത്. നല്ല വ്യൂവാണ്, കണ്ടില്ലേ? നല്ല അടിപൊളി കായലിൻ്റെ പച്ചപ്പും ആ ഒരു പ്രകൃതി രമണീയമായ സ്ഥലമാണ്. കൊല്ലം ചവറയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കാഴ്ചയൊക്കെ കണ്ട് അങ്ങനെ കൊല്ലം കാട്ടിൽ മേയ്ക്കതി ക്ഷേത്രത്തിലേക്കാണ് ഞാനിപ്പോൾ പോകുന്നത്. അപ്പം നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ് കൊല്ലം ചവറ. അപ്പോൾ ഇവിടുത്തെ ഒരു പ്രത്യേകതരം വഴിപാടാണ് മണി കെട്ടുക എന്നുള്ളത്. മണി കെട്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് ഇവിടുത്തെ ഒരു വിശ്വാസമാണ്. അപ്പോൾ പേരാൽമേ മണി കെട്ടി പ്രാർത്ഥിച്ചാൽ നമ്മുടെ എന്ത് ആഗ്രഹവും സാധിക്കും എന്നാണ് ഇവിടുത്തെ ഒരു വിശ്വാസം. അപ്പോൾ ഓരോരുത്തരുടെ ആഗ്രഹങ്ങൾ സബലീകരത്തിന് കെട്ടിയിട്ടിരിക്കുന്ന മണിത്തഴങ്ങളാണിത്. നല്ല രസമുണ്ട്, നല്ല തണലും നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു പ്രകൃതി രമണീയമായ സ്ഥലമാണ് ഇത്. കണ്ടില്ലേ, എത്ര മനോഹരമായ അന്തരീക്ഷമാണ്. കായലിനും കടലിനും നടുക്കാണ് ഈ അമ്പലം സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ 12 മണിയൊക്കെ ആയപ്പോൾ ഞങ്ങളെത്തി. അപ്പം നേരത്തെ വരാനുള്ളവരൊക്കെ നേരത്തെ വരിക. 12:30 ആകുമ്പോൾ ക്ഷേത്രം അടയ്ക്കും. പിന്നെ 5 മണിക്ക് തുറക്കത്തുള്ളൂ. അപ്പം അതിന് മുമ്പ് തന്നെ നേരത്തെ വരുന്നവരൊക്കെ നേരത്തെ വരിക. അപ്പം തലേദിവസം വരുന്നവർ നോൺ വെജിറ്റേറിയനൊക്കെ ഒഴിവാക്കുക. അപ്പം കണ്ടില്ലേ, എത്ര നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്ഥലമാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒരിക്കലെങ്കിലും ഈ കൊല്ലം ചവറ കാട്ടിൽ മേയ്ക്കതി ക്ഷേത്രത്തിൽ വരണം. നമ്മുടെ ജീവിതത്തിൽ എന്താഗ്രഹവും സാധിക്കാൻ ഇവിടെ പേരാൽമേ മണികെട്ടി പ്രാർത്ഥിച്ചാൽ നടക്കുമെന്നാണ് വിശ്വാസം, ഐതിഹ്യമൊക്കെ പറയുന്നത്. ലക്ഷക്കണക്കിന് ആൾക്കാരാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പം മറക്കണ്ട, സ്ഥലം കൊല്ലം ചവറ ചിന്നക്കട എന്ന് പറയുന്ന സ്ഥലത്ത് വന്ന് അവിടെ കാട്ടിൽ മേയ്ക്കതി ക്ഷേത്രത്തിലേക്കുള്ള വണ്ടിയൊക്കെ ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കാണേണ്ട ഒരു സ്ഥലമാണ്. കണ്ടില്ലേ, എത്ര നല്ല ശാന്ത സുന്ദരമായ സ്ഥലം. ഇപ്പോൾ ഫോട്ടോസും വീഡിയോസും ഒന്നും അലൗഡല്ല. അപ്പം ഞങ്ങൾ പെർമിഷനൊക്കെ ചോദിച്ചിട്ടാണ് എടുത്തിരിക്കുന്ന വീഡിയോസൊക്കെ. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എന്താഗ്രഹമായാലും, ജോലിയാകട്ടെ, കല്യാണമാകട്ടെ, സാമ്പത്തികമായിട്ടുള്ള എന്ത് ബുദ്ധിമുട്ടിനും നിങ്ങൾ ഇവിടെ ദേവിയോട് പ്രാർത്ഥിച്ച് 7 തവണ ആണ് ഇവിടെ വരേണ്ടത്. എന്നിട്ട് മണിക്ക് വരുന്നത് 40 രൂപ. എന്നിട്ട് ഈ ആലുമേ നിങ്ങളുടെ ആഗ്രഹ സബലീകരണം പ്രാർത്ഥിച്ച് മണി കെട്ടുക. അതാണ് ഇവിടുത്തെ വിശ്വാസം. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം എന്ന പലതരത്തിൽ ജാതിപ്പെട്ട പല ആൾക്കാരും ഈ അമ്പലത്തിൽ വരാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ട്. അപ്പം നിങ്ങളും എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ കണ്ടില്ലേ, മണിത്തഴങ്ങളൊക്കെ ഞാനിങ്ങനെ പിടിച്ചൊക്കെ നോക്കി. നല്ല ബ്യൂട്ടിഫുള്ളാണ്, നല്ല രസമുണ്ട്. പച്ച ഇലകളുടെ ഇടയിൽ ഇങ്ങനെ ചുമന്ന നൂൽ കൊണ്ട് സ്വർണ്ണ നിറത്തിലുള്ള മണിത്തഴങ്ങളിങ്ങനെ കെട്ടിയിട്ടിരിക്കുന്നതാണ്. നല്ല ഭംഗിയാണ്, കണ്ടോ? നല്ല തണലുമാണ്. അതിന് മുകളിൽ കാക്കയും പിന്നെ ചെറിയ ചെറിയ അണ്ണാകുഞ്ഞും ഒക്കെ ഇരിപ്പുണ്ട്. അപ്പോൾ അത് വീഡിയോസ് എടുക്കാനായിട്ട് നോക്കിയപ്പോൾ എടുക്കാൻ പറ്റിയില്ല. അതൊക്കെ ഓടിച്ചാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇവിടെ ഇതിൻ്റെ ചുറ്റും നിന്നിട്ട് വീഡിയോസ് എടുത്തിട്ട് എനിക്ക് മതിയാവുന്നതേ ഇല്ല. അപ്പോൾ ഞങ്ങൾ വീഡിയോസൊക്കെ എടുത്ത്, അപ്പോൾ ഞാൻ ഫ്രണ്ട്സായിട്ടാണ് വന്നത്. അപ്പോൾ അവരൊക്കെ അവിടെ നിന്ന് വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും നിങ്ങൾ കൊല്ലത്ത് വരികയാണെങ്കിൽ കൊല്ലം ചവറ കാട്ടിൽ മേയ്ക്കതി ക്ഷേത്രത്തിൽ വരണം. ഈ പ്രകൃതി രമണീയമായ സ്ഥലം നിങ്ങൾ ഒരു തവണയെങ്കിലും നിങ്ങൾ വന്ന് കാണണം എന്ന് ഞാൻ നിങ്ങളോട് പറയാണ്. അപ്പം കണ്ടില്ലേ, പിന്നെ തിരക്ക് കുറവായതുകൊണ്ടാണ് ഇപ്പം ഇവിടെ ആൾക്കാരില്ലാത്തത്. അതല്ലാതെ ഭയങ്കര തിരക്കും കാര്യമാണ് ഇവിടെ. 17-ാം തീയതി തൊട്ട് 20-ാം തീയതി ഇവിടെ ഉത്സവമാണ്. അപ്പോൾ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ മണികളൊക്കെ ഇങ്ങനെ വരുന്ന ആൾക്കാരിങ്ങനെ കെട്ടിയിടുന്ന മണികളാണ് ഇതൊക്കെ. എന്ത് നല്ല സ്ഥലം. ഇപ്പോൾ നിങ്ങളൊക്കെ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക്
ഇവിടെ വരാൻ തോന്നുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വരണം. വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുക്കാൻ പറ്റിയ പ്ലേസാണ്. അപ്പോൾ റീൽസ് ഒന്നും കൂടുതലൊന്നും അവിടെ നിന്ന് എടുക്കാൻ പറ്റത്തില്ല. ഇത് കണ്ടില്ലേ, നല്ല കുഞ്ഞു തൊട്ടിയിലൊക്കെ കെട്ടിയിട്ടിരിക്കുന്നുണ്ടോ. കുട്ടികളില്ലാത്ത ആൾക്കാരൊക്കെ ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇങ്ങനെ വഴിപാട് ചെയ്യുമ്പോൾ അതിന് നല്ല ഫലസിദ്ധിയൊക്കെ ഉണ്ടാകുന്നതാണ് ഇവിടുത്തെ ഐതിഹ്യം പറയുന്നത്. അപ്പോൾ കായലിനും കടലിനും നടുക്കാണ് നമ്മുടെ കാട്ടിൽ മേക്കതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. അപ്പം കൊല്ലത്ത് വരുന്നവർ തീർച്ചയായും ഇവിടെ വരിക, പ്രാർത്ഥിക്കുക. പിന്നെ പ്രത്യേകിച്ച് ഞാൻ ഒന്നുകൂടെയും പറയുന്നു, നോൺ വെജിറ്റേറിയനൊക്കെ ഒഴിവാക്കിയിട്ട് വേണം നിങ്ങൾ വരുന്ന ആ സമയത്ത് നിങ്ങൾ നോൺ വെജിറ്റേറിയനൊക്കെ ഒഴിവാക്കി വേണം നിങ്ങൾ അമ്പലത്തിൽ വരാനും പ്രാർത്ഥിക്കാനും. കാരണം അത്രയ്ക്കൊരു ശക്തിയേറിയ ഒരു ഭഗവതി ക്ഷേത്രമാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.